വിജയന്റെ സിനിമകളാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ വിജയ് ഇപ്പൊ അഭിനയം നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു പറയുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? ഇപ്പത്തെ ജനറേഷനില് നല്ലൊരാള് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആര് വന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അറിയാലോ, കുറച്ച് വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാം, പിന്നെ നമ്മൾ പറഞ്ഞതിനെ കുറച്ച് ഓവറാവും. ഇപ്പോഴത്തെ രാഷ്ട്രീയം പറയുന്നത് വർഗീയതയാണ്. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ പറഞ്ഞ നല്ലൊരാൾ വരികയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സിനിമ നിർത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഈ സിനിമയിലുള്ള ആരാധകരും അപ്പോൾ രാഷ്ട്രീയത്തിൽ പിന്തുണയ്ക്കുന്ന ഉറപ്പുണ്ടോ? എല്ലാവരും പിന്തുണയ്ക്കുന്നുള്ളൊരു ഉറപ്പ് ഇല്ല. മാക്സിമം ആൾക്കാർ പിന്തുണയ്ക്കും. മാക്സിമം ആൾക്കാർ സിനിമാപരമായിട്ടുള്ള ഫാൻസിൻ്റെതായിട്ട് പോവും. പിന്നെ ഒരുപാട് MGR, കമലഹാസൻ, ജയലളിത അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു, സിനിമയിലും ഉണ്ടായിരുന്നു. കുറച്ച് സിനിമ ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും സിനിമയിലേക്ക് വന്നല്ലോ. അതുപോലെയൊക്കെ വരാം, പ്രതീക്ഷിക്കാം. വിജയ് അഭിനയം നിർത്താൻ പോകുന്നു, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. ഒരുപാട് വിഷമമുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ സപ്പോർട്ട് ചെയ്യോ? ഈ പറയുന്നത് ആക്ടറാണ്, നല്ല കഴിവുള്ളവനാണ്. പക്ഷേ അവൻ്റെ ലക്ഷ്യം സിനിമയിൽ ഫീൽഡിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് രാഷ്ട്രീയം മുന്നിൽ കണ്ടിട്ടാണ് ഫിലിമിൽ വന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയം മുന്നിൽ കണ്ടിട്ടാണ് വന്നത്. അന്ന് കാലത്ത് മുതലേ അവൻ ഫിലിമിൽ വന്നു എന്നുള്ളതാണ് അവൻ്റെ ഓരോ പടങ്ങളായാലും അവൻ്റെ ഓരോ ശൈലികൾ. കാരണം ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുകയാണെങ്കിലും ആളിനെ കൂട്ടി അത് പബ്ലിസിറ്റി ചെയ്ത് ഇമേജ് ഉണ്ടാക്കിയിട്ട് വേണം അവനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. വിജയ് സിനിമ നിർത്തി രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അനുഭവം ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ പോരാത്തതിന് മറ്റുള്ള പാർട്ടിക്കാരെല്ലാം അവിടെ ഉള്ളതാണ്. അതിൻ്റെ ഇടയിൽ പുതിയതായി ഒരു പാർട്ടി തുടങ്ങിക്കഴിഞ്ഞ് ജനങ്ങളുടെ അടുത്തെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അഭിനയിക്കുന്ന ആക്ടർ എന്നുള്ളൊരു ഫാൻ പവർ രാഷ്ട്രീയത്തിൽ കിട്ടുന്ന ഈ ഫാൻ പവർ വന്നിട്ട് എല്ലാ രാഷ്ട്രീയത്തിലുള്ള ഫാൻസുകാരാണ് ഈ വിജയ് ഫാൻസിലുള്ളത്. മനസ്സിലായി. ഇപ്പോൾ BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, തമിഴ്നാട് DMK, ADMK ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരാണ് ഈ ഫാൻസ്, വിജയ് ഫാൻസ്. ഇതിൽ ഈ സ്വന്തമായിട്ടൊരു പാർട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിൽ ഈ ഫാൻസുകാർക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. എന്താ പറഞ്ഞാൽ ഒരു പുതിയൊരു പാർട്ടി ആളിനെ ഒരു സിനിമനെ സ്നേഹിക്കുന്നവരാണ് ഈ മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകൾ. അതേമാതിരി രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഫാൻസ്. അപ്പോൾ ഈ ഫാൻസുകാർ വിജയ് വേറൊരു പാർട്ടി രൂപീകരിച്ച ഫാൻസുകാർ ഓട്ടോമാറ്റിക്കായിട്ട് പിൻവലിയാൻ സാധ്യതയുണ്ട്. എന്നിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതിനേക്കാളും നല്ലത് സിനിമയിൽ തന്നെ തുടരുന്നതാണെന്നാണ് അഭിപ്രായം. സിനിമയിൽ തുടർന്നാൽ ഇന്നുള്ള ഈ തമിഴ്നാട്ടിലുള്ള ഇമേജ് അത് കണ്ടിന്യൂസ് കൊണ്ടുപോകാം, നിലനിർത്തി കൊണ്ടുപോകാം. ഓക്കെ, അദ്ദേഹം നിർത്തിക്കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് വല്ലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സ്കോപ്പ് ഉണ്ടോ? 110% രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ വിജയ് സിനിമ വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയാലും അദ്ദേഹം 100% രാഷ്ട്രീയത്തിൽ നിൽക്കില്ല, ആരാധകരെ നിരാശപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്. വർഷത്തിൽ ഒരു സിനിമയെങ്കിലും ചെയ്യാനല്ലേ? എന്തായാലും വരും. അദ്ദേഹം വന്നു കഴിഞ്ഞാലാണ് ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരുപാട് ആൾക്കാർ പല പാർട്ടിയിലും പോയിട്ട് പല ഇതിൽ പെടുകയാണ്. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് വിജയ് വരുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് അനുകൂലങ്ങൾ കിട്ടാനുണ്ട്. അത് ചോദിച്ചു പറയാനുള്ള ആൾ ഇവിടെ ഇല്ല. ഒരാൾ വരികയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്, അത് ഏത് പാർട്ടി ആയാലും. അതെ, അപ്പോൾ ഒരു രാഷ്ട്രീയ മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ മാറ്റങ്ങൾ നല്ലതാണ്. മാറി മാറി ശരിക്ക് ഓരോ ആൾക്കാർ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ മാറി മാറി ഭരിക്കണം. അപ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണങ്ങൾ ജനങ്ങൾക്കും കിട്ടത്തുള്ളൂ. ഇപ്പോൾ വിജയ് എന്നുള്ളത് സിനിമയിൽ മാത്രമല്ല എതിർക്കുന്നത്, ചില വിഷയങ്ങളിൽ നേരിട്ടും എതിർക്കാറുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ പറയണ കേന്ദ്ര സർക്കാരിന്റെ ഓരോ വിഷയങ്ങൾ ഓരോ പടങ്ങളിൽ എതിർക്കാറുണ്ട്. അത് സ്ക്രീനിൽ എതിർക്കുന്നത് ഇനി നേരിട്ട് വന്ന് എതിർക്കാൻ വേണ്ടി പോവാണ്, രാഷ്ട്രീയത്തിലേക്ക് എതിർക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അറിയാം, ജനങ്ങൾക്ക് അറിയാം. അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു രാഷ്ട്രീയമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, സപ്പോർട്ട് ചെയ്യാം. താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. പിന്നെ ആളുടെ ഒരു കഴിവ് രാഷ്ട്രീയത്തിലും കൂടി തെളിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പോവുക. നമുക്ക് തീരെ താല്പര്യമില്ല രാഷ്ട്രീയത്തിൽ പോകുന്നത്. സിനിമയിൽ ആളുടെ ആക്ഷൻസ് കാണാനാണ് താല്പര്യം. മാറ്റം എന്തായാലും ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. സപ്പോർട്ട് ചോദിച്ചാൽ പിന്നെ ആളുടെ ഫാനല്ലേ, നമ്മൾ ആളുടെ ഒപ്പം തന്നെ എല്ലാത്തിനും ഉണ്ടാവും. ഫാൻസിലൊന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോ സിനിമയിൽ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് വിജയ്. തീർച്ചയായും. അപ്പൊ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആരാധകര് തീർച്ചയായും പിന്മാറും.
കാരണം അഭിനയം ജീവിതം പറഞ്ഞാൽ അത് വേറെ, രാഷ്ട്രീയം പറഞ്ഞാൽ അത് വേറെ. ഈ ആക്ടർമാരിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പല രാഷ്ട്രീയ പാർട്ടിക്കാർ ആലും അനുഭാവികളും ഒരാളിനെ ഇഷ്ടപ്പെടാം. പക്ഷെ ഈ ഒരാള് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ആ പല പാർട്ടികളും അവരുടെ തീർച്ചയായും. കാരണം ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ വിജയ് ഇപ്പൊ ഇതിനു മുമ്പ് കുറെ പേര് വന്നു, ശരത്കുമാർ വന്നു, വിജയകാന്ത് വന്നു. വിജയകാന്തൊക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അപ്പൊ അത് ഫിലിം പറഞ്ഞാൽ, അത് ആക്ടർ പറഞ്ഞാൽ അത് വേറെ ലെവലും, രാഷ്ട്രീയം പറഞ്ഞാൽ അത് വേറെ. അപ്പൊ നടന്മാരെപ്പോഴും നടന്മാരായിട്ട് തന്നെ തുടരുന്നതാണ് നല്ലത്. രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരാതിരിക്കുന്നത് ക്ലിക്കാവില്ല. എന്താണ് കേട്ടാ, രസികർ പറഞ്ഞാൽ പല മതവും പല രാഷ്ട്രീയ പാർട്ടിയുള്ള ആൾക്കാർ രസികരായിട്ട് വരുന്നത്, ഫാൻസായിട്ട് വരുന്നത്. അതിനൊരു രാഷ്ട്രീയം പറഞ്ഞാൽ അത് ഉൾപ്പെടാൻ എല്ലാവർക്കും സാധിച്ചിരുന്നില്ല. പിന്നെ അവർ വാർഡ് ഇലക്ഷനൊക്കെ പറഞ്ഞാൽ അത് വ്യക്തിഗത വോട്ടാണ്, അതിപ്പോൾ രാഷ്ട്രീയം നോക്കില്ല, മാക്സിമം ഉള്ളവർ വോട്ട് സ്നേഹബന്ധത്തെ. ഇപ്പം അസംബ്ലി നിയമസഭയൊക്കെ പറഞ്ഞാൽ ശരിക്കും ഇലക്ഷനോടെ ഫൈറ്റാണ്. അത് വിജയം അവിടേക്കൊന്നും എത്താൻ പോരാ. ഇതിന് മുമ്പോട്ടൊക്കെ മറ്റേ രജനീകാന്തിന് കിടക്കാൻ സാധിച്ചില്ല ഈ രാഷ്ട്രീയത്തിൽ വരാൻ. സൂപ്പർ സ്റ്റാർ സാധിക്കാത്തത് അത് വിജയ്ക്ക് അത് ക്ലിക്കാകില്ല നമ്മുടെ അഭിപ്രായം. ഒരിക്കൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഫ്ലോപ്പായി പരാജയപ്പെട്ടിട്ട് പിന്നെ അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ഇപ്പോഴുള്ള അതേ രസികർ വീണ്ടും അദ്ദേഹത്തിന് തന്നെ ആരാധിക്കുകയോ അദ്ദേഹത്തിന് തന്നെ ഒരു ഫാൻ ബേസ് ആയിട്ട് തുടരും? ഇല്ല, അത് ഇപ്പോൾ വരില്ല. ഇതിപ്പോൾ രജനീകാന്തൻ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഗ്ലാമറായി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അയോധ്യത്തെ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഫാൻസുകാരാണ്. അപ്പോൾ അയോധ്യക്ക് പോകാൻ വരാം, അത് അവരുടെ വിശ്വാസം. അവിടെ പോയി അയോധ്യൻ്റെ 500 വർഷത്തിൻ്റെ കാലങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രജനീകാന്തിൻ്റെ ഇപ്പോഴത്തെ ഡാൻസ് എല്ലാം പടത്തിനടക്കം അത് കേരളത്തിൽ ബാധിച്ചു. പടകോടിയിലെ ക്ലിക്കായാലും വളരെ നഷ്ടത്തിലാണ് പോയത്. അപ്പം അങ്ങനെ ഒരു വിജയിക്ക് അതേ അവസ്ഥയാണ് അതിൻ്റെ രീതി വരുന്നത്. ഇപ്പോൾ കമലഹാസൻ തന്നെ പറയണേ, തമിഴ്നാട് സൂപ്പർ സ്റ്റാറാണ് കമലഹാസൻ. കമലഹാസൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് എന്താ ഇപ്പോൾ ഒരു MLA അടക്കം സംഘടിപ്പിക്കാൻ പറ്റിയില്ല. കുറച്ച് ഒരു 5-6 കൗൺസിൽ മാത്രം മൂപ്പര് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ രീതി ഉള്ളത്. അതാണ് അഭിപ്രായം. ഓക്കെ, അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞത്? രാഷ്ട്രീയത്തിൽ കയറണമുണ്ടല്ലേ, സത്യവാറല്ല ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ലേ, പടം ഉണ്ടാവില്ല, ബുദ്ധിമുട്ട് തന്നെയല്ലേ. വിജയന്റെ പടം ഇനി വരില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്ക് നല്ല നല്ല ഉപകാരം ചെയ്യുന്നത് കൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഏതാണേലും കുഴപ്പമില്ല എന്നാണ് അല്ലേ? രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു രാഷ്ട്രീയത്തിൽ കയറിയിട്ട് തന്നെ ഫിലിം അഭിനയിക്കുകയൊക്കെ ചെയ്യാല്ല. ഒരു കാര്യം ചോദിക്കാണ്, അപ്പൊ നമ്മള് സിനിമയിലുള്ള വിജയനാണ് ഇഷ്ടം അതോ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു വിജയനാണ് ഇഷ്ടം? സിനിമയിലാണ്. എന്താ അങ്ങനെ ഇഷ്ടപ്പെടാൻ ആ ഒരു കാരണം എന്താ? അത് പറഞ്ഞാല് മൂപ്പര് ഫിലിമായിട്ട് മുന്നോട്ട് പോകുന്നതിലാണ് എല്ലാവർക്കും താല്പര്യം. അതെ അല്ലേ, രാഷ്ട്രീയം വേണ്ട. രാഷ്ട്രീയം ആകുമ്പോൾ 2-3 ചിലപ്പോൾ ചേരികളായി തിരിഞ്ഞ് കുറച്ച് പേർക്ക് ഇഷ്ടാവും, കുറച്ച് പേർക്ക് ഇഷ്ടാവില്ല, ആ ഒരു ഇതൊക്കെ ആയി പോകും. അപ്പോ സിനിമ ആകുമ്പോൾ കുഴപ്പമില്ല, ആർക്കാണ് ഇഷ്ടം ആ ഒരു ഇതാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ കയറി കഴിഞ്ഞാൽ പറഞ്ഞാല് എന്തൊക്കെ ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫിലിമിലാണ് പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു പടം ഇറങ്ങും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുക. അതെ, ചിലപ്പോൾ ഈ ഫാൻ ബേസിൽ തന്നെ പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. അപ്പൊ ഈ ജയിന്റെ ഫാൻസുകാരനെ പല രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരുന്നില്ല. അഭിനയിക്കുന്നവർ അഭിനയത്തിൽ തന്നെ തുടരുക. രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ആൾക്കാരുണ്ട്. അപ്പൊ ഈ അഭിനയവും രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കൊഴിച്ചാൽ നമ്മളെ രസികർ, അതായത് വിജയനെ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ കൺഫ്യൂഷനാവും, ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ആ പാർട്ടിയോട് അംഗീകരിക്കാൻ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്, അഭിനയം തുടരണം എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ ഒരുപാട് ആൾക്കാർ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീണ്ടും നല്ലൊരു അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ.